എല്ലാവർക്കും MS ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ രഥോത്സവത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഞാനും ബ്രദറും കൂടി കാലത്തെ ഒരു 10 മണിയോടെ നേരത്തെ തന്നെ തേര് കാണാൻ പോയി. ഇത് കൊടിയേറി 10ാമത്തെ ദിവസമാണ് ദേവരഥ സംഗമം നടക്കുന്ന ദിവസം. ഈ ദിവസമാണ് കാണാൻ പോയിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് തേര്, അതായത് ഇപ്പോൾ നമ്മൾ ഉള്ളിൽ ക്ഷേത്രങ്ങളിൽ ഇത് കാണുന്നത് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഇത് നിൽക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് മഹാദേവനും വിശാലാക്ഷി ദേവിയും തൊട്ടടുത്ത് തന്നെ വിനായകരും, പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ മുരുകനും വള്ളി ദേവാനിയും അതിനോട് ചുറ്റമ്പലത്തിൽ തന്നെ എല്ലാ പ്രതിഷ്ഠകളും ഉള്ള ഒരു ക്ഷേത്രമാണ് ഉള്ളിലുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ വിനായക ക്ഷേത്രം സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ട് വരദരാജ പെരുമാളും ലക്ഷ്മി ദേവി ഉള്ള ടെമ്പിളുണ്ട്. അതാണ് ഓൾഡ് കൽപ്പാത്തി കേട്ടോ. ഓൾഡ് കൽപ്പാത്തി എന്നാണ് അത്ര തേര് തുടങ്ങി വരാറ്. അത് അവിടുന്ന് മഹാവിഷ്ണുവിൻ്റെ തേരിലായിട്ടാണ് ഇങ്ങോട്ട് വരാറ്. ഇങ്ങനെ പിന്നെ എല്ലാ തേരും കൂടെ വന്ന് സംഗമിക്കുന്ന ദിവസമാണ് ലാസ്റ്റ് ഡേ. ഈ ലാസ്റ്റ് ഡേൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണേണ്ട ഒരു ഉത്സവമാണ് കൽപ്പാത്തി മഹോത്സവം. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് കൽപ്പാത്തി ഉത്സവം. പാലക്കാട് ജില്ലയിൽ നിന്നും എടുത്ത് പറയാനുണ്ട്. പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ രഥോത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. അപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ ഒത്തുകൂടി ചേരുന്നൊരു മഹോത്സവമാണ് കൽപ്പാത്തി മഹോത്സവം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എത്രയും അമ്പലങ്ങളുള്ള ഒരു ക്ഷേത്രം എവിടെയും ഉണ്ടാവില്ല. തൊട്ട് അഗ്രഹാരത്തിൻ്റെ തൊട്ട് തന്നെയാണ്, അടുത്തടുത്ത് തന്നെയാണ്. ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ് ചാത്തപ്പുരം ഗണപതി ക്ഷേത്രം. ഇത് ഇവിടെ നമ്മുടെ വിശാലാക്ഷി ക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് ശ്രീ ചാത്തപ്പുരം ഗണപതി ക്ഷേത്രം. അങ്ങനെ അടുത്തടുത്ത് തന്നെ ചുറ്റോടും ഇതിന് ചുറ്റിപ്പറ്റി എല്ലാവിടെയും അമ്പലങ്ങളുള്ളൊരു പ്രദേശം പറഞ്ഞാൽ കൽപ്പാത്തിയാണ്. ഇത് കാണുന്നത് മഹാദേവൻ്റെ ടെമ്പിളിൻ്റെ ഗോപുരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്തിലുള്ള വിശേഷങ്ങൾ പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല ക്രൗഡും കാര്യങ്ങളായിട്ട് നല്ല ക്രൗഡുണ്ടായിരുന്നു. അതിന് ചുറ്റോടും അലങ്കാരങ്ങളും നമുക്ക് നടക്കാൻ പോലെ അത്ര ഗ്യാപ്പുള്ള സ്ഥലം, അത്രയും ഗ്യാപ്പില്ലായിരുന്നു. നമ്മൾ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് കാണും. ഇതാണ് ഇപ്പോൾ ദേവരഥ സംഗമം വന്ന് വീഡിയോയിൽ കണ്ടതാണ്. അതായത് 5 തേരും ഭഗവാന്റെ മുമ്പിൽ വന്ന് ഒത്തുകൂടുന്നത്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുമാളുടെ രഥമാണ്. ഈ പെരുമാളുടെ മഹാവിഷ്ണുവും ഉമാദേവിയും ലക്ഷ്മി ദേവിയും കൂടെയുള്ള രഥമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഭംഗിയും മനോഹരവും അതായത് പെരുമാളുടെ രഥമായിരുന്നു കേട്ടോ. എല്ലാവരും ഒരു വേറിട്ട് നിൽക്കുന്നൊരു അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ചാത്തപ്പുരം ഗണപതി ക്ഷേത്രത്തിൻ്റെ ഗോപുരവും അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തേരും വിനായകൻ്റെ അവിടുത്തെ ഡെക്കറേഷനുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഇതൊരു 7 മണിയാകുന്ന സമയത്ത് തന്നെ ഈ ദേവരഥ സംഗമം വന്ന് ഒത്തുകൂടി ചേർന്നിട്ട് പിന്നെ ചാത്തപ്പുരം ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പെരുമാളുടെ രഥം പോയി. പിന്നെ ആൾക്കാരെല്ലാം ഏകദേശം ഇപ്പോൾ ദേവരഥ സംഗമം കഴിഞ്ഞാൽ തന്നെ എല്ലാവരും തിരക്ക് പൊതുവെ പിരിഞ്ഞു പോകും. ഇപ്പോൾ 3 തേരുണ്ടോ, ബാക്കി 2 തേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടോ. അപ്പോൾ പുതിയ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.